ഹായ് ഫ്രണ്ട്സ്, എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് തീയതി 12/12/2024. അതും തന്നെ PhD കോഴ്സ് വർക്കിൻ്റെ ഡീറ്റെയിൽസാണ്. 2025 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തുന്ന PhD കോഴ്സ് വർക്ക് പരീക്ഷയ്ക്ക് 2024 ഡിസംബർ സെക്ഷൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഫൈൻ ഇല്ലാണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 28 വരെയാണ്. അപേക്ഷാ ഫോറവും മറ്റ് വിശദവിവരങ്ങളും സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഡിസംബർ 30 ആരംഭിക്കുന്ന 3ാം സെമസ്റ്റർ MFA പെയിൻറ്റിംഗ് ആൻഡ് സ്കൾപ്ചർ പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2025 ജനുവരിയിൽ ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ BDes ഫാഷൻ ഡിസൈൻ 2024-28 ബാച്ച് 3ാം സെമസ്റ്റർ BDes ഫാഷൻ ഡിസൈൻ 2023-27 ബാച്ച് പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഏകദിന ദേശീയ സെമിനാറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കേരള സർവകലാശാലയിലെ അന്തർദേശീയ മാർക്സിയൻ പഠന ഗവേഷണ കേന്ദ്രം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സഹകരണത്തോടെ ഡിസംബർ 12 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 വരെ ഇന്ത്യയുടെ ഭാവി വെല്ലുവിളികളും പ്രതീക്ഷകളും എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തുന്ന സെമിനാറിൻ്റെ ഉദ്ഘാടനം സാമ്പത്തിക വിദഗ്ധനും മുൻ IRS ഓഫീസറുമായിട്ടുള്ള ആർ മോഹൻ നിർവഹിക്കും. ഇന്ത്യയിൽ അഴപ്പെടുന്ന ഫെഡറൽ പ്രതിസന്ധി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രബന്ധവും അവതരിപ്പിക്കും. ഇന്ത്യയിലെ ഭരണഘടനാ ജനാധിപത്യം എന്ന വിഷയത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ബി രമേശ് നവലിബറൽ സാമ്പത്തിക നയങ്ങളും അഴപ്പെടുന്ന അസമത്വങ്ങളും എന്ന വിഷയത്തിൽ കേരള സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സിദ്ദിഖ് റാബിയത്ത്, ഹിന്ദുവൽക്കരിക്കപ്പെടുന്ന ഇന്ത്യയിലെ ലിംഗസമത്വ പ്രശ്നം എന്ന വിഷയത്തിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് മെമ്പർ ഡോക്ടർ മിനി സുകുമാർ, കണ്ണുമറയ്ക്കുന്ന ക്യാമറയും സമകാലിക ഇന്ത്യയിലെ മദ്യവൽക്കരണവും എന്ന വിഷയത്തിൽ മാർ ഇവാനിയോസ് കോളേജ് അധ്യാപകൻ ഡോക്ടർ SR സജീവ്, വികസന കുതിപ്പിൽ പതിയിരിക്കുന്ന പരിസ്ഥിതി വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കേരള സർവകലാശാല എമിറേറ്റ്സ് പ്രൊഫസർ ഡോക്ടർ ഷാജി വക്കി, നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിൻ്റെ പിഴവുകൾ എന്ന വിഷയത്തിൽ മാർക്സിസ്റ്റ് പഠനകേന്ദ്രം മുൻ ഓണർ ഡയറക്ടറും കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മുൻ തലവനുമായ ഡോക്ടർ ജോസഫ് ആൻ്റണി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു.